2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പോൾ ചെയ്തതും എണ്ണിയതുമായി ബന്ധപ്പെട്ട് ഓരോ മണ്ഡലത്തിലും 1000-ൽ പരം വോട്ടുകളുടെ വ്യത്യാസമാണ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് ഫോറം രേഖപ്പെടുത്തിയത്. അതിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഏകദേശം 10,000-ൽ പരം വോട്ടുകളുടെ വ്യത്യാസമുണ്ട്. ഈ വോട്ടുകൾ ആലപ്പുഴയിലെ ജനവിധിയെ എങ്ങനെ ബാധിച്ചു? ഏത് സ്ഥാനാർത്ഥിക്കാണ് ഈ വോട്ടുകൾ അനുകൂലമായിരുന്നത്? ഇന്ത്യയിലെ ആകെ ലോക്സഭാ മണ്ഡലങ്ങൾ 543. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് ഫോറം അഥവാ ADRന്റെ റിപ്പോർട്ട് അനുസരിച്ച് 538 മണ്ഡലങ്ങളിൽ പോളിംഗിലും വോട്ട് എണ്ണിയതിലും ഗുരുതരമായ വ്യത്യാസമുണ്ടായിരുന്നു. 362 മണ്ഡലങ്ങളിൽ പോൾ ചെയ്തതും എണ്ണിയതുമായ 5,54,593 വോട്ടുകളുടെ കുറവാണ് രേഖപ്പെടുത്തിയത്. 176 മണ്ഡലങ്ങളിൽ 35,393 വോട്ടുകളുടെ വർധനവുമുണ്ട്. ആംറേലി, ആറ്റിങ്ങൽ, ലക്ഷദ്വീപ്, ദാദ്ര നഗർ ഹാവേലി, ദമാൻ ദി എന്നീ 5 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒഴികെ ബാക്കി 538 ലോക്സഭാ മണ്ഡലങ്ങളിലെ കണക്കുകളിൽ സാരമായ വ്യത്യാസമുണ്ട് എന്നായിരുന്നു ADRന്റെ റിപ്പോർട്ട്. എന്നാൽ ഇത്ര ഗുരുതരമായ ആരോപണം ADRന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗികമായി പ്രതികരിച്ചിരുന്നില്ല. ജൂലൈ അവസാന വാരത്തിലാണ് ADRന്റെ സ്ഥാപകനായ ജഗ്ദീപ് ചോക്കർ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത്. സംഭവത്തെ സാധൂകരിക്കുന്നതിന് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ചില ന്യായങ്ങളുമുണ്ട്. അതിൽ ആദ്യത്തേത് അന്തിമ പോളിംഗ് ഡാറ്റ പുറത്തുവിടുന്നതിൽ ഇലക്ഷൻ കമ്മീഷൻ കാലതാമസം എടുത്തു എന്നതാണ്. രണ്ടാമത്തേത് പോളിംഗ് സ്റ്റേഷൻ വോട്ടിംഗ് ഡാറ്റ ലഭ്യമല്ലായിരുന്നു എന്നതും. അതുകൊണ്ട് തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഫലത്തിൽ ആധികാരികത ഇല്ല എന്നും വിമർശനമുയർന്നിരുന്നു. ഇതുമൂലം വലിയ ആശങ്ക ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നതും പ്രധാനം തന്നെയാണ്. ഇനി ഈ വോട്ട് ശതമാനം എങ്ങനെ കേരളത്തെ ബാധിക്കുന്നു എന്ന് പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ആകെയുള്ളത് 20 ലോക്സഭാ മണ്ഡലങ്ങൾ. ADR റിപ്പോർട്ട് പ്രകാരം ആറ്റിങ്ങൽ ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യത്യാസമുണ്ടായിരുന്നു എന്നാണ്. ബാക്കിയുള്ള 19 ലോക്സഭാ മണ്ഡലങ്ങളിൽ തൃശൂർ, തിരുവനന്തപുരം, മാവേലിക്കര, ചാലക്കുടി എന്നീ മണ്ഡലങ്ങളിൽ പോൾ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതൽ എണ്ണി. ബാക്കിയുള്ള മണ്ഡലങ്ങളിലെല്ലാം കുറവും എണ്ണി. അതിൽ തന്നെ സാരമായി കുറവ് രേഖപ്പെടുത്തിയത് ആലപ്പുഴ മണ്ഡലത്തിലാണ്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ആകെ രജിസ്റ്റർ ചെയ്ത വോട്ടുകൾ 14,82,000 അതിൽ പോൾ ചെയ്ത വോട്ടുകൾ 10,50,226. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ, അതായത് ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം 10,42,292 വോട്ടുകൾ രേഖപ്പെടുത്തി എന്നാണ് കണക്ക്. അതായത് 7,928 വോട്ടുകളുടെ കുറവുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി KC വേണുഗോപാലും LDFന്റെ സ്ഥാനാർത്ഥിയായി AM ആരിഫും NDA സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രനുമാണ് മത്സരിച്ചത്. KC വേണുഗോപാലിന് ലഭിച്ച വോട്ടുകൾ 4,04,560. AM ആരിഫിന് ലഭിച്ചത് 3,41,047 വോട്ടുകളും. ശോഭാ സുരേന്ദ്രനാണെങ്കിൽ 2,99,648 വോട്ടുമാണ് ലഭിച്ചത്. അതായത് 63,513 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് UDF സ്ഥാനാർത്ഥിയായ KC വേണുഗോപാൽ വിജയിക്കുന്നത്. എന്നാൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ആകെ എണ്ണാതെ പോയ വോട്ടുകൾ 7,928. ഈ വോട്ടുകൾ സ്വാഭാവികമായും ആർക്ക് അനുകൂലമാകുമെന്നതാണ് അടുത്ത കടമ്പ. അത് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചാൽ AM ആരിഫിന് വിജയിക്കാൻ 63,000-ൽ പരം വോട്ടുകളുടെ ആവശ്യവുമുണ്ട്. എന്നാൽ അതേസമയം മൂന്നാം സ്ഥാനത്തെത്തിയ BJPയുടെ സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രന് 7,928 വോട്ടുകൾ ലഭിക്കുകയായിരുന്നുവെങ്കിൽ 3 ലക്ഷം എന്ന റെക്കോർഡിലേക്ക് കടക്കാനാകുമായിരുന്നു. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ നേടിയ വിജയത്തിൽ അത് യഥാർത്ഥത്തിൽ ഒരു പൊൻതൂവലായി മാറിയേനെ. ഇത് ഒരർത്ഥത്തിൽ BJPയെ അലട്ടുന്ന പ്രധാന പ്രശ്നം തന്നെയാണ്. 7,928 വോട്ടുകൾ ആർക്ക് വേണമെങ്കിലും അനുകൂലമാകാമെന്ന സാഹചര്യമിരിക്കെ, ഓരോ വോട്ടും വിലപ്പെട്ടതാണെന്നുമിരിക്കെ തിരിച്ചടിയായത് യഥാർത്ഥത്തിൽ ശോഭയ്ക്ക് തന്നെയാണ്. ആ ആശങ്ക ഇന്ന് BJPക്കുള്ളിലും ശോഭയ്ക്കുള്ളിലും ഉണ്ട്.